പണം അച്ചടിച്ചിറക്കുന്നത് ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ്. ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ പണത്തിൻ്റെയും മൂല്യം അവിടെയുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെത്തുകയ്ക്ക് തുല്യമായിരിക്കും, അഥവാ GDPക്ക് തുല്യമായിരിക്കും. നമ്മളിൽ ഭൂരിപക്ഷം പേർക്കും ലക്ഷറി ഉൽപ്പന്നങ്ങൾ വാങ്ങുക എന്നത് വലിയൊരു സ്വപ്നമായിരിക്കും. കാരണം അത് സ്വന്തമാക്കാനുള്ളത്ര സാമ്പത്തിക സ്ഥിതി നാം കൈവരിച്ചിട്ടുണ്ടാവില്ല. GDPയിൽ മാറ്റമില്ലാതെ സർക്കാർ കുറേ പണം പ്രിൻ്റ് ചെയ്ത് മുഴുവൻ ജനങ്ങൾക്കും വീതിച്ചു നൽകിയാൽ ജനങ്ങളുടെ പർച്ചേസിംഗ് പവർ കൂടും. കൂടിയ പർച്ചേസിംഗ് പവറിന് ആനുപാതികമായ സാധനങ്ങളുടെ ലഭ്യതയില്ലാതായാൽ വില വലിയ അളവിൽ ഉയരും. ഇങ്ങനൊരവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ ലേലത്തിൽ വിൽക്കേണ്ടി വരില്ലേ? പിന്നെങ്ങനെ സാധാരണക്കാരൻ്റെ കയ്യിൽ പണം നിലനിൽക്കും? ഈയൊരവസ്ഥയെ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കാം. ലളിതമായി പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വില ഉയരുന്ന നിരക്കാണിത്. സിംബാബ്വെ, വെനിസ്വേല, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങളിൽ ഒരു ദിവസം തന്നെ ഇരട്ടിയിലേറെ വില വർധനവ് സംഭവിച്ചിട്ടുണ്ട്. കേന്ദ്ര ബാങ്കുകളും സർക്കാരുകളും ഇൻഫ്ലേഷൻ്റെ സ്ഥിരത നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മിതമായ ഇൻഫ്ലേഷൻ പൊതുവെ സാധാരണമാണ്. ചിലവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമാണ്. എന്നാൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ എക്കണോമിയെ ദോഷകരമായി ബാധിക്കുകയും പണത്തിൻ്റെ മൂല്യം ഇല്ലാതാക്കുകയും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഡിമാൻഡ് സപ്ലൈയേക്കാൾ കൂടുന്നതും പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ വർധനവും ഇൻഫ്ലേഷന് കാരണമാകുന്നു. സാമ്പത്തിക വിദഗ്ധർ ഇൻഫ്ലേഷനെ അളക്കാൻ CPI, PPI തുടങ്ങിയ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചു വരുന്നു. RBI ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുന്നത് പ്രധാനമായും പലിശ നിരക്കുകൾ വ്യത്യാസപ്പെടുത്തിയാണ്. ഇതിനെ റിപ്പോ, റിവേഴ്സ് റിപ്പോ നിരക്കുകൾ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ്റെ ശരാശരി 7% കാണാനാകും. അതായത് 100 രൂപയ്ക്ക് നാം ഇന്ന് വാങ്ങിയ ഉൽപ്പന്നം അടുത്ത വർഷം കിട്ടണമെങ്കിൽ 107 രൂപ നൽകേണ്ടി വരുമെന്ന് സാരം. വർഷങ്ങൾ കഴിയുന്തോറും രൂപയുടെ മൂല്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ പണം പണമായി സൂക്ഷിക്കാതെ അസറ്റായി സൂക്ഷിക്കുക. അതിന് എന്താണ് ഈ അസറ്റ്? നിങ്ങൾ അസറ്റായി ചിന്തിക്കുന്നതൊക്കെ അസറ്റ് തന്നെയാണോ?